ഹായ്, ഞാൻ കവിരാജ് ശമ്പരപ്പുഴ. ഫിൻലാൻഡിനെ കുറിച്ചുള്ള എൻ്റെ രണ്ടാം വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക, വിലയിരുത്തുക. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്, പക്ഷെ ഇത് വേറെ കൺട്രി പോലെ പെട്ടെന്ന് വരാൻ പറ്റൂല. ഇത് ഓക്കെ US-ലോ UK-ല് അവിടെയൊക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു ജോബിലോട്ടേക്ക് കയറി വരാൻ പറ്റും. ഇവിടെ ലാംഗ്വേജ് ഒരു റിക്വയർമെന്റ് ആണ് മോസ്റ്റ് ജോബിന്. എക്സെപ്റ്റ് ടെക്നിക്കൽ സെക്ടറിൽ കുറച്ചും കൂടി ഈസിയാണ്. ടെക്നിക്കൽ സെക്ടർ എന്ന് പറയുന്നത് ടെക്നോളജി സെക്ടറിൽ IT റിലേറ്റഡ് സർവീസസോ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ കമ്പനിയിലോ അവിടെ കുറച്ചും കൂടെ ഈസിയാണ്. ഈ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. പക്ഷെ ഇന്റർഫേസിങ് ജോബ്സ്, അതായത് കസ്റ്റമർ ഇന്റർഫേസിങ് ജോബ്സ്, അതായത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലോ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിലോ സർവീസ് ഇൻഡസ്ട്രി അവിടെ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ലാംഗ്വേജ് വേണമെങ്കിൽ ലാംഗ്വേജ് ഇസ് എ മസ്റ്റ്. അപ്പം ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ എന്ത് സപ്പോർട്ടും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ത്രൂ അസോസിയേഷൻ ആയാലും പേഴ്സണൽ കപ്പാസിറ്റി ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു എൻക്വയറീസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ. പിന്നെ രാജ്യത്തിന്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആശ്രയിക്കുക, ലോകത്തിന്റെ മുന്നിൽ ഈ രാജ്യങ്ങൾ, ഈ പറഞ്ഞ രാജ്യങ്ങൾ നോർവേ, സ്വീഡൻ, ഈ പറഞ്ഞ നമ്മുടെ ഈ ഫിൻലാൻഡൊക്കെ സമാധാനത്തിന് ഏറ്റവും ബെസ്റ്റാണ് കെട്ടുകഴിയുന്നത്. നോർവേ ആണ് 10-12 വർഷമായിട്ട് തന്നെ സമാധാനത്തിന് ഏറ്റവും ടോപ്പായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ അതിനോടനുബന്ധിച്ച് ഈ രാജ്യവും അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഈ എങ്ങനെ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മതത്തിന് അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള അടുത്തുള്ള വിശ്വാസങ്ങൾക്ക് എന്ത് സ്ഥാനമാണ്? ഇവിടെ ക്രിസ്ത്യാനിറ്റി കൂടുതൽ എന്താ പറയുക, ഒരു മെജോറിറ്റി ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഇടയ്ക്ക് ഒരു സമയത്ത് ഒത്തിരി ക്രിസ്ത്യാനീസ് റിസൈൻ ചെയ്തു പള്ളിയിൽ നിന്ന്. കാരണം അവര് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ക്രിസ്ത്യാനിറ്റീനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നമുക്കത് പറ്റത്തില്ല, ഞങ്ങളുടെ ഫ്രീഡം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവരതൊന്ന് മാറി. ഇവിടെയുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ ഒരു അടച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെയോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെയോ ഇതാണ് ട്രൂത്ത് എന്ന് പറയാൻ അവർ വിശ്വസിക്കത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡംസ് ഉണ്ട്. സോ ആ ഫ്രീഡംസ് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് ഇനിയിപ്പോൾ അത് അവരുടെ മതമായാലും ഇനിയിപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ വ്യൂ ആയാലും അവര് തെറ്റെന്ന് കണ്ടാൽ അവർ ചിലപ്പോൾ അതൊന്ന് മാറും. അത് അങ്ങനെ ഒത്തിരി ക്രിസ്ത്യൻസ് ആക്ച്വലി ചർച്ചിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പൊ എനിക്കും അറിയാവുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇതിലുള്ള. ഞാനും ബേസിക്കലി ഒരു ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ക്രിസ്ത്യാനിറ്റി. സോ എനിക്ക് അതിൽ അറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യൻസ് അതൊന്ന് മാറി അവസാനം. ബിക്കോസ് ഇതായിരുന്നു ഒരു മേജർ റീസൺ. പിന്നെ ഇവിടെ ഇപ്പോൾ മതത്തിന് അങ്ങനെ അവരൊരു ടൈ അപ്പ് ചെയ്ത് വിടത്തില്ല. നമുക്ക് ഏത് പള്ളിയിൽ വേണോ എപ്പോൾ വേണോ ഒക്കെ അത് ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും അതിനായിട്ടുള്ള ക്ലാസ്സും ചേർച്ചിൻ്റെ എന്നുള്ള സൈഡിൽ നിന്നുള്ള ഹെൽപ്സ് തരുന്നുണ്ട്. പിന്നെ ഇവിടെ ടെമ്പിൾസ് ഇപ്പൊ വരുന്നുണ്ട്, ഒത്തിരി ടെമ്പിൾസ് പുതുതായിട്ട് വരുന്നുണ്ട്. റിലീജിയസ് ഫ്രീഡം ഹൈ ആണ്. അതേ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ദേ ക്യാൻ ഡിസൈഡ് അവർ റിലീജിയസ് ആകണോ അല്ലെങ്കിൽ ഈവൻ നോൺ റിലീജിയസ് ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു ഏത്തിസ്റ്റ് ഉണ്ടെങ്കിൽ ഐ എം നോട്ട് റിലീജിയസ് എന്നിട്ട് ഇവിടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഐ എം നോട്ട് റിലീജിയസ് എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് ഇറ്റ്സ് വെരി കോമൺ. അത് ഈ നോർഡിക് കൺട്രീസ് വളരെ കോമൺ ആണ്. ഫിൻലാൻഡിൽ എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല. ഒരു ഹയർ ദാൻ നോർമൽ സ്റ്റാൻഡേർഡ് പെർസെന്റേജ് ഓഫ് പീപ്പിൾ ആർ നോൺ റിലീജിയസ്. സോ ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ഫാമിലി സെറ്റപ്പും ഫാമിലി അറ്റാച്ച്മെന്റ് ഈ രാജ്യത്ത് അതൊന്നും പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് ഈ വെസ്റ്റേണേഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആവുന്ന വ്യക്തിയല്ല. എനിക്ക് പേഴ്സണലി പറയാൻ വേണ്ടി കാര്യം ഞാൻ മാരി ചെയ്തിരിക്കുന്ന ഒരു ഫിനിഷ് ലേഡീനെയാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി പറഞ്ഞു വരുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികളാണ് അവരുടെ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നത് വൺസ് ദേ ആർ ഇൻ എബ്രോഡ്, അല്ലെ? എന്റെ മമ്മീനെയും പപ്പേനെയും എന്റെ വൈഫ് വിളിച്ച് സംസാരിക്കും ഞാൻ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ നാട്ടിൽ അത് അധികം കാണുന്നില്ല. പിന്നെ ഞാൻ ജനറലൈസ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് ടൈം ഇല്ല, അല്ലെ? നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര ബിസിയാണ് ഫോർ സം റീസൺ. അപ്പൊ അത് ഇവിടെ ഇല്ല. അവര് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നു, പാരന്റ്സിന് കൂടെയായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയം സ്പെൻഡ് ചെയ്യുന്നു. കുറച്ച് ഏർലി ടൈമിൽ ഇൻഡിവിജ്വൽ കാറ്റഗറി അല്ലെങ്കിൽ ചില ഗ്രൂപ്പ്സ് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. അവർ 16-17 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് താമസിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോകും. എങ്കിൽ പോലും വീക്കെൻഡ് ഒരു ഇവന്റ്സ് വരുമ്പോൾ അവർ വിളിച്ചു ചോദിക്കും. നല്ലൊരു ഫാമിലി കോൺടാക്ട്സ് അവർക്കുണ്ട്. അപ്പൊ അത് കാരണം ഫാമിലി അറ്റാച്ച്മെന്റ് ഇൻ ദ സെൻസ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. പക്ഷേ അതും ഒത്തിരി ക്ലോസസ് ആയിട്ട് കാണുന്നുണ്ട്. എനിക്കുള്ള ഫിനിഷ് ഫ്രണ്ട്സ് ആയപ്പോലും വൺസ് ദേ നോ യു, അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കോൺടാക്ട് ആയിരിക്കും അവരുമായിട്ട്. ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും ടെറി ആർ യു ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് ചോദിക്കും. നമ്മളെ കാണുമ്പോൾ വിളിച്ച് ചോദിക്കും. അപ്പോൾ
അതാ എന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ വേറെന്ന് വെച്ചാൽ ഇന്ത്യ വന്ന ഒരു മോഡേൺ വേൾഡിലോട്ടേക്ക് ഒരു വെസ്റ്റേണൈസേഷനിലോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലി സെറ്റപ്പ്. ഇന്ത്യ വാസ് ഓൾവേസ് നോൺ ടു ബി എ ഫാമിലി ഓറിയന്റഡ് കൺട്രി. അതിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. വെസ്റ്റ് ഫോർ ഫിൻലാൻഡ് വേറെ വെസ്റ്റേൺ കൺട്രീസ്, ഫിൻലാൻഡ് സ്പെസിഫിക്കലി ബൈ ഡിഫോൾട്ട് ഒരു ഹൈലി ഫാമിലി ഓറിയന്റഡ് കൺട്രി അല്ല. സോ ഈ പറഞ്ഞ ഈ കുട്ടികൾ വന്ന് ഒരു 16-17 അവരെ ഒരു ഇൻഡിപെൻഡന്റ് കപ്പാസിറ്റി എത്തുമ്പോഴത്തേക്ക് ദേ വിൽ ഗോ ഔട്ട് ഓഫ് ദ ഹൗസ്. ഫാമിലി പുറത്തേക്ക് പോകും, ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കും. പിന്നെ മോസ്റ്റ്ലി പാരന്റ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും അവര്, ബിക്കോസ് ഗവൺമെന്റ് സപ്പോർട്ട് ഇത്ര ഉള്ളതുകൊണ്ട് അവരും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ പക്ഷേ അത് സെയിം ടെറി പറഞ്ഞ പോലെ അതിലും ചില ചേഞ്ചസ് വരുന്നുണ്ട്. സം ഫാമിലീസ് ഇൻ ഫിൻലാൻഡ് കുറച്ചും കൂടെ ഫാമിലി ഓറിയന്റഡ് ആണ്. ഈ കുറെ കൾച്ചറൽ നോളജ് ഇല്ലതുകൊണ്ട് അങ്ങനെ ഉള്ള ഫാമിലീസ് ഉണ്ട്. പക്ഷെ ഒരു ടിപ്പിക്കൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഫാമിലി കുറച്ച് ഡിസ്കണക്റ്റഡ് ആണ്. ഇന്ത്യയിലുള്ള പോലെ കണക്റ്റഡ് അല്ല. അറ്റ് ദ സെയിം ടൈം അത് ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ഡ്രോബാക്ക്. ഐ മീൻ അത് ഇവരൊരു നേച്ചർ കൂടിയാണ്. കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഫിനിഷ് നേച്ചറാണ്. അതൊരു കൺസിഡറിങ് അതർ വെസ്റ്റേൺ കൺട്രീസ്, ഫിൻലാൻഡ് അത് കുറച്ചും കൂടെ കൂടുതലാണ് ഞാൻ പറയും. ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം, ഒരു ഓൺ പ്രൈവസി ഉണ്ടാവുന്നത് ഈവൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഫിനിഷ് ലൈഫ് സ്റ്റൈലിൽ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടുത്തെ ഈ റിലേഷൻഷിപ്പ്, താങ്കൾക്ക് വിവരിച്ച റിലേഷൻഷിപ്പ്, പേരൻസും മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ നാട്ടിലുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ മോനെ എൻ്റെ മോളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ താങ്കൾ റെക്കമെൻഡ് ചെയ്ത് എങ്ങോട്ടായിരിക്കും? രണ്ടിനും രണ്ടിന്റെ ആയിട്ടുള്ള ഒരു ഗുഡ് സൈഡ്സ് ആൻഡ് ബാഡ് സൈഡ് ഉണ്ട് അല്ലെ. അപ്പോ ഞാൻ എല്ലാ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറയുന്നത് ഇവിടെ വന്ന് കണ്ടിട്ട് ഇവിടുത്തെ ഗുഡ് സൈഡ് എടുക്കുക. അല്ല, ഞാൻ എന്റെ ഫ്രീഡംസ് എപ്പോഴും ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വ്യൂ ഓഫ് പോയിന്റ് അത് എന്റെ ഇറ്റ്സ് ജസ്റ്റ് മൈ വ്യൂ ഓഫ് പോയിന്റ്. അപ്പൊ അത് വേറൊരാൾക്ക് തെറ്റായിരിക്കും. ഞങ്ങൾ തന്നെ വി മേ ആർഗ്യൂ ഫോർ സർട്ടൻ മാറ്റേഴ്സ്. അപ്പൊ അത് കേസാണ്. അതിലൊന്നല്ല, നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളത് എടുക്കണം. നല്ലതുണ്ട് ഇന്ത്യയിൽ, കേരളത്തിൻ്റെതായിട്ടുള്ള തനിതായിട്ടുള്ള ഒത്തിരി നല്ല കൾച്ചേഴ്സും കാര്യമുണ്ട്. പക്ഷേ അവിടെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ. അപ്പൊ അതുപോലെ സെയിം ബോത്ത് വേസ്, ലൈക്ക് ഇവിടത്തെ ചില കാര്യങ്ങൾ നമുക്ക് ഇതാകും, ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പിസ്ഡ് ഓഫ് ആണ് ഇവിടുത്തെ കാര്യങ്ങളിൽ. അപ്പോൾ അതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് മേ ബി ഡിഫറൻസ്. അത് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പറ്റൂല. എന്നുവെച്ചാൽ ഈ കൾച്ചറലി രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺട്രീസ് ആൻഡ് പീപ്പിൾ ആണ് അല്ലെ. ഇന്ത്യ വന്ന് കൾച്ചറലി ഒരു ലോങ് ടേം ആയിട്ട് കൾച്ചറലി നോൺ ഫോർ ഫാമിലി ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽ. അതിന്റെ റീസണും കൂടെ എന്താ വെച്ചാൽ ഫാമിലി ഉണ്ടാകുമ്പോൾ ഇറ്റ് ഓൾസോ കവേഴ്സ് സം ഓഫ് ദ ഒരു ബിഗ് ഫാമിലി ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ് ടുഗെദർ. അതുകൊണ്ട് ആ പോയിന്റ് റെക്കമെൻഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ക്വസ്റ്റ്യൻ ഞാൻ താങ്കൾക്ക് തരാനുള്ള കാരണം റെക്കമെൻഡേഷൻ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പ്യൂർലി ഫിനിഷ് ലൈഫ് സ്റ്റൈലോ പ്യൂർലി ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ, ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 15 years, ഒരു ബിറ്റ് മോർ ദാൻ ഒരു 1/3 ഓഫ് മൈ ലൈഫ് ഞാൻ ഫിൻലാൻഡിലായിരുന്നു. ഇത് രണ്ടിന്റെയും ഒരു ബാലൻസിലാണ് ഞാൻ ജീവിക്കുന്നത്. സോ ബിറ്റ് ഓഫ് ഫിനിഷ് ലൈഫ് സ്റ്റൈൽ, പിന്നെ നാട്ടിൽ ഐ എം സ്റ്റിൽ റൂട്ടഡ് ടു ബിറ്റ് ഓഫ് ദ ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ. സോ ഇതിന്റെ രണ്ടിന്റെ ഒരു ബാലൻസിലാണ് I personally am living. So not completely ഒരു ഫിനിഷ് ലൈഫ് സ്റ്റൈലാകുമ്പോൾ we need more privacy or some independence from everything. Completely Indian lifestyle ആകുമ്പോൾ more involvement in everything. ഇത് രണ്ടിന്റെ ഒരു ബാലൻസിൽ ആണ് അറ്റ്ലീസ്റ്റ് most of the Indian people here live. ഒരു മുൻകൂർ ജാമ്യം താങ്കൾ എടുത്തിട്ടുണ്ട്. താങ്കൾക്ക് വർഷത്തിൽ 2 വർഷം നാട്ടിൽ വന്ന് ജീവിക്കാനാണ്. വർഷത്തിൽ 12 മാസം കൂടി താമസിക്കാനുള്ള സാഹചര്യമില്ല ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച്, ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച്. അപ്പോൾ 2 മാസം താങ്കൾക്ക് അവിടെ വന്ന് താമസിക്കണം. അതിനുള്ള മുൻകൂർ ജാമ്യം താങ്കൾ തന്നെ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. മനസ്സിലായല്ലോ, കഴിഞ്ഞ വീഡിയോയിലെ കത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് രണ്ടും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വലിയ നോളജാണ്. വളരെ നോളജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയ സമ്പാദ്യമായിട്ട് വേണമെങ്കിൽ കണക്കൂട്ടിക്കും. കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പല ധാരണകളുണ്ടായിരുന്നു ഈ രാജ്യത്തെക്കുറിച്ചും, ഇവിടെ പറഞ്ഞ രീതിയെക്കുറിച്ചും, ജനങ്ങളോടുമായിട്ടുള്ള രീതിയെക്കുറിച്ചും. പ്രത്യേകിച്ച് ഉണ്ടാകാൻ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന രാഷ്ട്രമായിട്ട് ഇത് കണ്ടപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ ആകാംക്ഷ. അപ്പൊ അതിനെക്കുറിച്ച് ഫുള്ളായിട്ടൊരു വിവരങ്ങൾ വന്നു. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പണ്ടെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് പറയാൻ കാര്യമായിട്ട് യഥാർത്ഥ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തന്നു. ഇനിയും ആൾക്കാർ വരട്ടെ ഫിൻലാൻഡിലോട്ട്.